ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടി തിരിഞ്ഞിട്ട് അങ്ങോട്ട് നേരം വൈകും. കുളി കഴിഞ്ഞിട്ട് ഇതാ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഓണിൽ അങ്ങനെ ഒരു ഓളത്തിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. വിളക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ കുളി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്ക് നല്ല എനർജിയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് കേട്ടോ. അത് എത്രയും നേരത്തെ നീക്കണോ അത്രയും നേരത്തെ. പക്ഷെ ഇന്ന് നേരത്തെ ഒന്നും അല്ല, ഇന്നൊരു 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട്. 6:50 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികൾ പോകുമ്പോഴേക്കും കാര്യങ്ങളാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്താ വെച്ചാൽ അന്ന് ചായയും പലഹാരം മാത്രം മതി, ബ്രേക്ക്ഫാസ്റ്റ് മതി, നമുക്ക് അതിലേക്ക് ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് റെഡി ആക്കാമെന്നുള്ളൊരു ഉറപ്പിൻ്റെ പേരിലാണ് ഇത്തിരി അങ്ങോട്ട് നേരം വൈകാലും നേരം വൈകിയാലും ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇങ്ങനെ ആലസം പണി നടന്നുകൊണ്ടിരിക്കണേ. പണികൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ നിർത്തില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നിൽക്കുള്ളൂ കേട്ടോ. നമ്മളിത് ആ വിളക്ക് വെച്ചിട്ട് പിന്നെ ഒരു കുറി തൊടണം കേട്ടോ. എനിക്ക് രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറി തൊടണം. ഒട്ടുമിക്ക കുട്ടികളോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഡെയിലി അമ്പലത്തിൽ പോകാറുണ്ടോ എന്ന് കമൻറ്റിലും ലൈവിലൊക്കെ. ഇല്ല കേട്ടോ മക്കളെ, ഞാൻ ഡെയിലി അമ്പലത്തിലൊന്നും പോകാറില്ല. അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോവും, ചിലപ്പോൾ വല്ലപ്പോഴും പോവും, അങ്ങനെയൊക്കെയാണ്. ഈ കുറി ഇടുക രാവിലെ കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു സമാധാനക്കേടാ. അതുകൊണ്ട് ആ കുറിയുടെ പാത്രം അവിടെ തന്നെ ഉണ്ടാവും. കുളി കഴിഞ്ഞ് കുറിയെ കെട്ടും, നേരെ കിച്ചണിൽ കയറി നമ്മുടെ ലൈറ്റോളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ആ കാറ്റും വെളിച്ചം ഒന്നും ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കൈക്കലത്തുണി ഈ പറഞ്ഞ പോലെ കൈയൊക്കെ തുടയ്ക്കാനുള്ളത് രാത്രി ഞാൻ കഴുകിയിട്ട് അവിടെ വിരിച്ചിട്ടിരിക്കുക. രാവിലെ ആകുമ്പോഴേക്കും അങ്ങോട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. ഇനി നമ്മൾ ചായക്ക് വെള്ളം വെക്കുക. ഇതുവരെ നമ്മളൊരു സ്ലോവിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. എന്താ വെച്ചാൽ രാവിലെ ഉണർന്ന് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് നമ്മൾ കിച്ചണിൽ കയറുമ്പോഴേക്കും നമുക്ക് ഇനി നമ്മുടെ തലയിൽ കൂടെ ഒരു 100,000 കാര്യങ്ങളാണ് ഓടുണ്ടാവുക. ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ, അത് കഴിഞ്ഞ് ഇത് ചെയ്യണം, അങ്ങനെ ഇങ്ങനെ എല്ലാ വീട്ടമ്മമാരായാലും അമ്മമാരായാലും ചേച്ചിമാരായാലും ആൻറ്റിമാരായാലും എല്ലാവർക്കും ഇതൊക്കെ തന്നെയാവും മെയിനായിട്ട് ചിന്തിക്കാൻ ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ഉണ്ടാവും കേട്ടോ. എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തലമണ്ടിയുണ്ട്, ഇത്തിരിപ്പോളം ബുദ്ധിയുണ്ട് കേട്ടോ എനിക്ക് കേട്ടോ. എൻ്റെ കാര്യം പറയാൻ എനിക്കാണെങ്കിൽ മറവി കൂടുതലാണ്. ഇപ്പോൾ ഒരു സാധനം അവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത്തിരി നേരമൊക്കെ ഞാൻ ആലോചിക്കണം. അത് ഓവർ ടെൻഷൻ എടുത്തിട്ടാണ് എൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മറവി സംഭവിക്കും എന്നുള്ളത്. അത് പിന്നെ രാവിലെ തന്നെ ഞാൻ നമ്മുടെ ഈ കുന്തിരിക്കത്തിൻ്റെ കട്ടല്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ല്. വീട്ടിൽ മൊത്തം എനിക്കതിങ്ങനെ കത്തിച്ച് വെച്ചതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും ചില ദിവസം ഞാൻ മറക്കും കേട്ടോ. കുറേ ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അന്നാൾ പൂജാ സ്റ്റോറിൽ പോയപ്പോൾ പറഞ്ഞ് മേടിച്ചാണ്. അതുകൊണ്ട് ഞാനത് എന്തായാലും രാവിലെ കത്തിച്ചേക്ക്. ഇവിടെ ഷാജേട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചന്ദനത്തിരി കുന്തിരിക്കത്തിൻ്റെ പുക അങ്ങനെയൊക്കെ. അത് കത്തിച്ച് വെച്ചിട്ട് ചായക്ക് വെള്ളം വെച്ച് ഞാൻ വേഗം എന്താക്കിച്ചാൽ അതെല്ലാം റൂമിലും അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ട് ഒന്നിട്ട് സ്പ്രെഡ് ചെയ്തു, സ്മെല്ലൊക്കെ വരട്ടെ. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ആ സ്മെല്ല് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താക്കുക വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കറികൾ സെറ്റ് ചെയ്യാൻ തലേ ദിവസം തന്നെ ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് ചോപ്പർ കൂട്ടാൻ എടുത്തിട്ട് അങ്ങോട്ട് അറഞ്ച് അങ്ങോട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ആയിക്കോളും. മറ്റേതൊന്ന് അരിയണം കേട്ടോ. എനിക്ക് കയ്യിനാണെങ്കിൽ വല്ലാത്ത പെയിന് കൂടിയിരിക്കുക. എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടി വരും, അത്രയും വലിയ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചടുപിടി തന്നെ ചെയ്യണം നോക്കണ്ട. എനിക്ക് ഒരു തലയ്ക്കിൽ അപ്പുറത്തേക്ക് വേദന വന്നാലും ഞാനൊരു ഭാഗത്ത് നമുക്ക് ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരിക്കുമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ചോപ്പ് ചെയ്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി സവാളയും ഒരുമിച്ച് അങ്ങോട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചതയ്ക്കാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോഴേക്കും ചായയുടെ വെള്ളം തിളച്ചു. പിന്നെ അപ്പുറത്ത് ആ വെള്ളം വെച്ചിരിക്കണ എന്തിനറിയോ, സോയാബീൻ വേവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിന്ന് സോയാബീൻ കറി മസാല പോലെ പുട്ടും കൂടെ ഉണ്ടാക്കാം. അവിടെ കുട്ടികൾക്ക് സോയാബീൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അതത്ര വലിയ പിടുത്തല്ല. അവിടെ പൂജട്ടിക്കും കണ്ണൻകുട്ടിക്കും ജീവനാ. അപ്പോൾ അതുകൊണ്ട് കണ്ണൻകുട്ടിക്ക് ഈ കറിയെക്കാട്ടിലും ഇഷ്ടം അങ്ങനെ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പുട്ടുംപാനിയൊക്കെ എടുത്ത് ഒന്നും കൂടെ കഴുകി ആ കബോർഡിൽ വെച്ചിട്ടുള്ള പാത്രങ്ങൾ പിന്നീട് എടുക്കുമ്പോൾ സോപ്പിട്ട് കഴുകിയില്ലേ എന്തോ ഒരു മനതൃപ്തി ഇല്ല കേട്ടോ. ആ ഒരു സ്മെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അടച്ചിട്ടിട്ട് ഒരു സ്മെല്ല് വരുമല്ലോ, അത് കാരണം എനിക്ക് പാടാണ്. അത് പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കുന്തിരിക്കല്ലാത്ത മറ്റു സാധനം ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ എന്താ അതിന് പറയുക, രാത്രി ഈ ഒരു സാധനം ഈ ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ ആക്കുമല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു സ്മെല്ലിന് വേണ്ടിയിട്ട്. അതൊന്നും നടക്കണില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടുംപാനിയൊക്കെ കഴുകി ആയപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടെ അങ്ങോട്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു മസാല ഉണ്ടാക്കാം. നമ്മൾ വേഗം പുട്ടിലേക്കുള്ള നാളികേരം അങ്ങോട്ട് ചിരകാട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം വൈകി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ടപ്പട്ടപ്പേന്ന് നമ്മുടെ പരിപാടി കഴിച്ചിട്ടില്ലെങ്കിൽ സമയമൊക്കെ ഇതാ പോവും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട ഈ പുട്ടും ഈ പറഞ്ഞ പോലെ സോയാബീൻ മസാലയൊക്കെ പിള്ളേരെ പാട്ടിന് പോകും കേട്ടോ. അവരെ ഇപ്പം പറഞ്ഞ പോലെ നീക്കുക ആ ഒരു കറക്റ്റ് സമയത്താണ്.
കണ്ണൻകുട്ടി കറക്റ്റ് സമയത്ത് തന്നെ ഈറ്റാലും അവൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് ഇട്ടപ്പെട്ടപ്പേന്ദ്ര കഴിയും. പൂജട്ടിക്കാണ് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നീട്ടിട്ട് ആൾ ഒന്ന് കുളിക്കും, ഒന്ന് ഇസ്തിരി ഇടും ആളുടെ യൂണിഫോം, ഇത്രേ ചെയ്യുള്ളൂ. പക്ഷേ അതിന് 1.5 മണിക്കൂർ പിടിക്കും കേട്ടോ. ഞാൻ വിചാരിക്കും ഈ കുട്ടിക്ക് എത്രയും സമയം എന്തിനാന്നുള്ളത്. അങ്ങനെ ദാ പുട്ടിൻ്റെ പൊടിയൊക്കെ എടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, ചെറുതിൽ എനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള പരിപാടിയായിരുന്നു കേട്ടോ. ചെറുതിൽ അമ്മ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കായിരുന്നു കേട്ടോ. വേറെ വീട്ടിൽ പോകുമ്പോൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് പറഞ്ഞിട്ട് അച്ഛൻ അതൊക്കെ ചെയ്യിപ്പിക്കായിരുന്നു. അപ്പോൾ ഈ പുട്ട് കുതിർത്തണ കാര്യമായിരുന്നു എനിക്ക് വലിയ ടാസ്ക്. ഇപ്പൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ അബ്സോർവ് ആയിട്ട് അത് കറക്റ്റ് പരുവത്തിൽ എത്തിക്കോളൂ കേട്ടോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ജിൽ ജില്ലെന്ന് പാടി അച്ഛൻ്റെ മുമ്പിൽ പുട്ടൊക്കെ ഇങ്ങനെ പുട്ടും കുറ്റിയൊക്കെ ഇങ്ങനെ ചുട്ടെടുത്ത് പുട്ടൊക്കെ സെറ്റാക്കി കൊടുത്തായിരുന്നു. ഇപ്പം പിന്നെ അത്ര പാടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നമ്മുടെ എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ. ഇത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓണാണ്, പിന്നെ ഞാൻ നിൽക്കില്ല, നിലത്തും നിൽക്കില്ല, അത്രയും എനർജിയാണ് എനിക്ക് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, ആ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി വരും, അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-10:30 വരെയൊക്കെ അങ്ങോട്ട് ഓടിക്കോളും വണ്ടി. അങ്ങനെ പുട്ടിൻ്റെ വെള്ളം തിളച്ചപ്പോൾ, പുട്ടുംപാനിയിലെ വെള്ളം തിളച്ചപ്പോൾ പുട്ടും കുറ്റിയിലേക്ക് നമ്മൾ പൊടിയൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ 2 കഷ്ണേ ആക്കുള്ളൂ കേട്ടോ. ആദ്യം ലേശം ഇടും, നാളികേരിടും, പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇടും, പിന്നെ നാളികേരിടും, പിന്നെ പുട്ടുപൊടി ഇടും, നാളികേരിടും. അങ്ങനെ 3 കഷ്ണമോ 4 കഷ്ണമോ ഒന്നും ഞാൻ ആക്കാൻ വേണ്ടി മെനക്കെടില്ല. എന്തായാലും നമ്മളല്ലേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ വേഗം പരിപാടി കഴിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ആക്കി പുട്ടും കുറ്റിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോയാബീനിലെ വെള്ളമൊക്കെ ഒന്ന് അമുക്കി കളഞ്ഞു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളിനി മസാല ആക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് പുരട്ടി വെക്കാൻ കേട്ടോ. നമ്മളിതിൽ വേറൊരു ടൈപ്പ് ഓഫിലാണ് വയ്ക്കുന്നത്. ഞാൻ സോയാബീൻ്റെ റെസിപ്പീസ് അങ്ങനെ കാണിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് വിസ്തരിച്ച് ഞാനിവിടെ കാണിക്കണം പറയണമൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്പി കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒന്നും കൂടി ഉപ്പും മുളകും ഒക്കെ ഉണ്ട് പിടിക്കട്ടെ. എന്നിട്ട് ഞാനൊരു വിഡിത്തരം കാണിച്ചതെന്ന് വെച്ചാൽ ഈ ചട്ടിയിലാണ് നമ്മളത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ച് അതും ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇത്രയും ധൃതിയിൽ കാട്ടണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാൻ 1/2 മണിക്കൂറിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും 1.5 മണിക്കൂറിൻ്റെ മേലെ പോകട്ടെ. അതുകൊണ്ട് കുറച്ച് നേരത്തെ നീക്കിയായിരിക്കും എനിക്ക് കൂടുതൽ നല്ലത്. എന്ന് വെച്ചാൽ എനിക്ക് സാവധാനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലെങ്കിലും ഞാൻ പിടിപിടിപ്പിടുന്ന പണിയെടുക്കുന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്നൊക്കെ കൂടെ ചിലതൊക്കെ വീഴും, പൊട്ടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാ പുട്ട് ഒരു കുറ്റിയായി എടുത്തിട്ടുണ്ട്. നമ്മൾ സോയാബീൻ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു ട്രിപ്പ് വറക്കാൻ വേണ്ടി വറുത്തിട്ടാണ് നമ്മളിന്ന് സോയാബീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോണത്. റോസ്റ്റ് കേട്ടോ, സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. എന്നിട്ട് അതൊന്നും മൂക്കണ സമയം കൊണ്ട് ഞാൻ അടുത്ത പുട്ട് റെഡിയാക്കി കുറ്റിയിലാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി 2 കുറ്റിയായി എനിക്കൊരു സമാധാനമാണ് കേട്ടോ, പിള്ളേർക്ക് കഴിക്കാനായല്ലോ. പിന്നെ റോസ്റ്റ് എന്ന് പറയുന്നത് ആ ഉള്ളിയും തക്കാളിയും വേവണ്ട പാടുള്ളൂ, വാടേണ്ട പാടുള്ളൂ. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ആക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7:10 7:15 ആയിട്ടുള്ളൂ. 8:30 കഴിഞ്ഞാലാണ് പൂജട്ടി ഇറങ്ങുക. 8:45 ആകുമ്പോഴേക്കും കണ്ണൻകുട്ടി ഇറങ്ങും. കണ്ണൻകുട്ടി ഇറങ്ങാൻ പിന്നെയും കുറച്ചുകൂടെ സമയം എടുക്കും. ഇവിടെ ആകുമ്പോഴേക്കും പൂജട്ടി പോകുമ്പോഴേക്കും വേഗം ആവണം. അപ്പോൾ ആ സോയാബീൻ ഞാൻ പിന്നെ എന്താക്കി വെച്ചാൽ അതിലിങ്ങനെ മുരിയണില്ല, അടിയിൽ പിടിക്കുക. അപ്പം ഞാൻ വേറെ പാനിൽ വെച്ചിട്ട് അതിൽ അടുത്ത ട്രിപ്പ് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് അതാവണ സമയം കൊണ്ട് ഇരിക്കുന്ന പാത്രങ്ങൾ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചാൽ ചീഞ്ചട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് അടിയിൽ പിടിക്കുന്നുണ്ട്, ഞാൻ പൊട്ടത്തരം കാട്ടിയതാണ്. എന്നിട്ട് കയ്യോടെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. എന്ന് വെച്ചാൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടാവില്ല. അല്ലെങ്കിൽ പിള്ളേർ പോകുമ്പോഴേക്കും ഇല്ലേ ഇതങ്ങോട്ട് നിറഞ്ഞിട്ടൊരു ലോഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ചടയ്ക്കും, ദൈവം ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുഞ്ഞ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യും. ക്ലീൻ ആക്കാനുള്ളത് അപ്പാടെ അങ്ങോട്ട് ക്ലീൻ ആക്കുകയും ചെയ്യും, കഴുകാനുള്ളത് കഴുകുകയും ചെയ്യും. അപ്പോഴേക്കും 2 കുറ്റി പുട്ടായത് ഞാനൊരു കാസറോളിലേക്ക് അങ്ങോട്ട് മാറ്റി അടച്ച് വെച്ച് ചൂടാറുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പുട്ടുപൊടി അടിപൊളിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലും ബലം വെക്കിയ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായി മുരിഞ്ഞ് കിട്ടി. ഒരുപാട് ഇങ്ങോട്ട് മുരിയിക്കേണ്ട, അപ്പോൾ ഒരു ഹാർഡായിരിക്കും. ഒരു 3/4 ഭാഗമൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്കും കോരിയെടുത്ത് മാറ്റിയിട്ട് ചട്ടിയിൽ നമ്മളിനി വഴറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ, അപ്പോഴേക്കും ഞാൻ അടുത്ത കുറ്റിയും കൂടെ എടുത്തിട്ട് കുത്തിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടും ഇങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് 3 ആൾക്കുള്ളതും. പിന്നെ പൂച്ചട്ടി കൊണ്ടുപോകാനുള്ള 2 കഷ്ണം കൂടെ അവൾക്ക് ആക്കണം. ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിരുന്നു ഈ സമയത്ത് കേട്ടോ. അവൾക്ക് പിന്നെ പലഹാരം ഏതായാലും ഉച്ചയ്ക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ചോറിനെക്കാട്ടിലും. അതിപ്പോൾ 3 നേരം കിട്ടുകയാണെങ്കിൽ ആൾക്ക് ഓക്കെയാണ് കേട്ടോ. കണ്ണൻകുട്ടി ഇപ്പോൾ കൊണ്ടുപോകാറില്ലേ, മടിയാണ്. അതിൻ്റെ ഇടയിൽ ആശാനൊന്ന് നല്ല കുട്ടിയൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതും തകിടം മറിഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാറാണ് പതിവ്. ഇനിയിപ്പോൾ വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് വിചാരിക്കണം ഞാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകമാണ്. പിന്നെ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഒരുമിച്ചാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതൊരു ബ്രൗൺ ആവണ വരെ ഇളക്കി നമ്മളത് ഒന്നുകൂടി കളറാവണ വരെ നിൽക്കുക. അതായതിൻ്റെ ശേഷം ബാക്കി പരിപാടി നോക്കിയാൽ മതി. ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ. ഒച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടാലും ഇല്ലെങ്കിൽ അത് വാടിക്കോളും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ തക്കാളി ഞാൻ ആ ചോപ്പറിലൊന്ന് അടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചാലും മതി. അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ലൊരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലങ്ങോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ ടപ്പേന്ന് 2 മിനിറ്റോടെ അതങ്ങോട്ട് ഉടഞ്ഞ് ചേർന്നോളും. ഇനി അതിലേക്ക് പൊടിയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ
കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടെ കേട്ടോ. ഇത് നമ്മുടെ ഗ്രേവിക്കും നമ്മൾ എടുക്കണ എന്താ പറയുക സോയാബീൻ്റെ ക്വാണ്ടിറ്റിക്കൊക്കെ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ വക പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഗ്ലാസ് ഞാൻ 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്തു, അത് മിസ്സായി. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക, അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക, ആ ഒരു മസാലയും കാര്യമൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. പിന്നെ നമ്മൾ ഓൾറെഡി വറക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ, അതുകൊണ്ട് പിന്നെ ഉപ്പും മുളകൊന്നും പിടിക്കാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ടൈൽ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി സോയാബി റോസ്റ്റ് അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇപ്പോഴേക്ക് സമാധാനമായി. ഇപ്പോഴേക്ക് 7:45 ആയിട്ടുള്ളൂ കേട്ടോ. 7:45 7:50 8 മണി ആവണുള്ളൂ. എന്നാലും പൂച്ചടിക്ക് കഴിക്കാനുള്ള സമയമുണ്ട്. എൻ്റെ കഴിഞ്ഞാലും അവളുടെ കഴിയില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമുണ്ട്. അപ്പോൾ അതൊക്കെ ആയി. ഇനിയുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് മോറാൻ അവിടേക്ക് മാറ്റിയിട്ടിട്ട് ഞാനിത് ഫുഡൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് കഴിക്കാനാകുമ്പോഴേക്കും അവർക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 ആളുടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ കഴിക്കാൻ വേണ്ടി വന്നു. ഇനി വിളമ്പി കൊടുക്കാം കേട്ടോ. ഇപ്പോഴേക്കും നമുക്കൊരു പകുതി ശ്വാസം വീഴും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൊക്കെ എണീക്കുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇത് നേരം വൈകിയാൽ നമുക്കൊരു വെപ്രാളം കൂടുതലല്ലേ. ഇന്ന് നല്ലോണം നേരം വൈകിയ അലാറം ചതിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 6:30 എന്നുള്ളത് AM PM മാറും. എന്ന് വെച്ചാൽ 6:30 നമ്മൾ ലോങ് വീഡിയോ ഇടും. അപ്പോൾ അത് AM PM എൻ്റെ നിന്ന് മാറുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് ഞാൻ നീക്കാൻ നേരം വൈകുന്നുണ്ട്. പിന്നെ കിടക്കാൻ തന്നെ ഒരു നേരം ആവും കേട്ടോ. അതുകൊണ്ട് പിന്നെ നീക്കാൻ നേരം വൈകണതിന് പരാതിയൊന്നുമില്ല. അതിന് പൂജിട്ടിക്കില്ല 2 കഷ്ണം പുട്ടും പിന്നെ ഈ കറിയും കൂടെ ഒരു പാത്രത്തിലാക്കി പിള്ളേർക്ക് കഴിക്കാനും കൊടുത്ത് അതൊക്കെ ഒരു കവറിൽ കെട്ടി വെച്ച് ഓടിപ്പാഞ്ഞ് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്താണ് കഴിഞ്ഞാൽ പകുതി സമാധാനമായി കേട്ടോ. ഇന്നിനിപ്പം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ഉച്ചരിഞ്ഞിട്ട് നോക്കിയാൽ മതി. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ നോക്കേണ്ട ആവശ്യമില്ല. പൂജിട്ട് ഇതാ ബാഗൊക്കെ എടുത്തിട്ട് ആൾ പോയിട്ടുണ്ട്. ആളുടെ സമയമായി, ആളിറങ്ങി. കണക്കുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് മതി. അതുകൊണ്ട് തന്നെ ആൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അവൻ ഇറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കുമ്പോഴേക്കും ഇല്ലേ ഇത് കൂടെ കാണുമ്പോൾ എനിക്ക് തലവേദനിക്കും. ഇത് രാവിലത്തെ ഒരു ഒറ്റ ശ്വാസത്തിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലില്ലേ നമുക്ക് കുറച്ചധികം ഫ്രീ സമയം കിട്ടും കേട്ടോ. ആ സമയത്ത് എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കിടക്കാം. അപ്പോഴും ഒന്നും കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ 2 ഷോർട്സും ലൈവ് പിന്നെ ആ സമയത്ത് 3 മണിയാകുമ്പോഴേക്കും ഫ്രീ ആവണം. 1 മണിക്കൂർ ലൈവും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ 1.5 ലൈവാക്കിയിട്ടോ. ഡെയിലി ലൈവ് പോകുമ്പോഴേക്കും എനിക്ക് ഒക്കെ കൂടെ എത്തണില്ല. അതുകൊണ്ട് 1.5 ലൈവാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് ലൈവ് പോയിട്ടുണ്ട്, നാളെ ഇല്ല. ഇന്നാണിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ലൈവില്ല, ശനി ഞായറും ലൈവ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാ പാത്രങ്ങളും കഴുകിയിട്ട് അതാത് സ്ഥലത്ത് അങ്ങോട്ട് ആക്കി വെച്ചു. ഇനി നമ്മളവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി അങ്ങോട്ട് വയ്ക്കാം. രാവിലെ കാപ്പിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഗ്ലാസ് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ചായ കുടിക്കുമ്പോഴേക്കും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമ്മുടെ ആ ഒരു കംഫർട്ടിൻ്റെ ലിക്വിഡ് അല്ലേ വെള്ളത്തിലാക്കിയിട്ടുള്ള അതൊക്കെ ഒന്ന് തളിച്ചിട്ട് അങ്ങോട്ട് തുടച്ച് വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും കിച്ചൺ കേട്ടോ. ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും നമ്മുടെ വറുത്തിട്ടേൻ്റെയും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളും. എപ്പോഴും ഒരു നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. ഞാനവിടെ ആ ഒരു പിന്നെ ലെമണിൻ്റെ ഫ്ലേവറുള്ള ആ ഒരു സ്മെല്ലല്ലേ ഇങ്ങനെ തൂക്കിയിടണേ അതാ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതില്ലേ അടച്ചിങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും, നമുക്ക് ഇങ്ങോട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുക. അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ കിച്ചൺ അങ്ങോട്ട് റെഡിയായി. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും. വീഡിയോയിൽ നമുക്ക് മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വ്ളോഗായിരിക്കും. ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളൊരു 6 ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറ്റാറില്ല സമയത്ത് എന്തെങ്കിലും കേട്ടാൽ അങ്ങോട്ട് തട്ടിമുട്ടിയിട്ട് ചില ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫോൺ ഹാങ് ആവും, ചാർജ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അതിൻ്റെ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഏതായാലും സമയമുണ്ടെന്ന് അതും കൂടെ കൈയോടെ അങ്ങോട്ട് മാറ്റിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അതിങ്ങടെ ഒന്ന് തെളിഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കിഷ്ടം ഈ പച്ചപ്പ് കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ഈ ഒരു ജനലിൻ്റെ ഭാഗത്തില്ലേ ഈ ഒരു പച്ച സാധനം മേടിക്കാൻ വേണ്ടി കിട്ടുമല്ലോ ഈ കടകളിൽ നിന്നൊക്കെ. നമ്മൾ ഈ ചവിട്ടണൊക്കെ പോലത്തെ ഒരു സാധനം, ഒരു പുല്ല് പോലത്തെ, അതിൻ്റെ ഒരു പീസ് വാങ്ങിയിട്ട് അവിടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഇവിടെ വന്ന് വീട് കണ്ട് കിച്ചൺ കണ്ടപ്പോൾ മുതലുള്ള ആഗ്രഹമാണ്. ഇനി അടുത്ത തുന്നിയിട്ടുള്ള ബഡ്ജറ്റ് കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് എന്നാണ് കേട്ടോ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുക. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആയിക്കോട്ടെ, മീഷോന്ന് ഇപ്പോൾ ഞാൻ അധികം പർച്ചേസ് ചെയ്യാറില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഫ്ലിപ്കാർട്ടിൽ മീഷോയിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറവായിരിക്കും, എന്നാലും പെട്ടെന്ന് കിട്ടില്ല. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കും. ഇതാകുമ്പോൾ വേഗം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഇങ്ങനത്തെ അൽക്കുത്ത സാധനങ്ങളൊക്കെ ഞാൻ മേടിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ഷാജേട്ടൻ്റെ നല്ല ചീത്തയേക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പൈസ ചിലവാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്ക ആണുങ്ങളും പറയും എന്ത് കാര്യത്തിന് കാര്യമില്ലാത്ത കാര്യത്തിനെന്നൊക്കെ. പക്ഷേ ഇവർക്കറിയില്ല നമ്മളാ നിൽക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. കിച്ചണൊക്കെ നമ്മളൊന്നും ഇങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച് നമ്മുടെ ഒരു മൂഡിന് വരുമ്പോൾ നമ്മുടെ മൂഡും ഓക്കെയാണ്. ബെഡ്റൂം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്കത് അങ്ങോട്ട് അലങ്കരിച്ച് കൊണ്ടുവന്ന് അത് ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടാവില്ല. എനിക്ക് എന്തായാലും ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എല്ലായിടും ഒന്ന് കിച്ചണൊന്ന് അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് ഇനി അങ്ങോട്ട് തുടയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ തുടച്ചിട്ടില്ലെങ്കിലേ എന്തെങ്കിലും പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അത് മാറ്റുന്ന സമയത്ത് അവിടെ മൊത്തം അലമ്പാവും. അതുകൊണ്ട് തന്നെ തുടയ്ക്കുമ്പോൾ ഞാനതൊക്കെ ഒന്ന് വലിച്ച് നീക്കിയിട്ടിട്ട് അങ്ങോട്ട് തുടയ്ക്കും. പൂജിട്ടയാണെങ്കിൽ ഞാൻ കണ്ട ഭാഗം തുടച്ചിട്ട് വരുള്ളൂ. ഞാനും ചെറുതിലിങ്ങനെ ആയിരുന്നു കേട്ടോ. അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആവും. അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് അറിയാൻ പറ്റും ഒരു കുടുംബാക്കി അത് ചെറുതിലേ അങ്ങോട്ട് അവർക്കൊരു പിന്നെ എന്താ ഇത് കൊടുക്കേണ്ട കോഴ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആ സമയത്ത് ചെയ്യും എല്ലാവരും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തന്നെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ആ സമയത്ത് ചെയ്താൽ മതി. അപ്പോഴേക്കും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാറും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒന്നും വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് നിങ്ങളെ പെടാപ്പാട് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ആ വഴിക്ക് പോട്ടെ. ഞാൻ എന്തായാലും അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കയ്യും കാലൊക്കെ ഒന്ന് കഴുകി ഞാൻ കുറച്ച് നേരം ശ്വാസം എടുക്കട്ടെ കേട്ടോ. ഈ മുടിയിലേക്ക് കെട്ടില്ലേ ഈ സമയം വരെ അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പരത്തിടുക കഴിഞ്ഞാൽ പാടാട്ടോ. പിന്നെ ഈ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിവയ്ക്കുക, അത് കാരണം ഞാൻ അതുവരെ അങ്ങനെ കെട്ടിവയ്ക്കും. എന്നിട്ട് ഈ ഒരു സമയം ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞുള്ള സമയത്ത് ഞാനിങ്ങനെ വാരി കെട്ടി ഒതുക്കി അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് വിടർത്തിയിട്ടിട്ട് ഫാൻ്റെ ഔട്ടിലാകുമ്പോൾ ഈ ഒരു 4 പിന്നെ നമ്പ് ഉണങ്ങാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അകത്തെത്തിയപ്പോഴാണ് അയ്യോ അവിടെ കിച്ചൺ വൃത്തിയായി, ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെയല്ലേ എന്ന് കണ്ണൻകുട്ടി ഈ നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ച് ബെഡ്ഷീറ്റ് മടക്കി വെക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് തട്ടി കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കുമ്പോൾ തന്നെ വൃത്തിയാക്കി മടക്കി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ഞാൻ ആദ്യം പറയാം. അവർ ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ മറന്നു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെ ഓടിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ ഒന്നും കൂടെ മടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഈ കയ്യോടെ ഇവിടെയും കൂടെ അങ്ങോട്ട് അടിച്ച് വാരിയിടാം. നമ്മൾ വൈകിട്ട് തുടക്കിയ കാരണം വീട്ടിൽ അങ്ങനെ വലിയ ചളിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഡെയിലി തുടയ്ക്കാറുണ്ട് കേട്ടോ. അത്രയും പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോണ സമയങ്ങളൊക്കെ ആകുമ്പോഴാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വയ്യാത്തേക്ക് ഇവിടെയാണെങ്കിൽ ഒരു ദിവസമൊക്കെ തുടയ്ക്കാണ്ട് മടി കാട്ടി വെക്കാറൊക്കെ ഉണ്ട്. എന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ മനസ്സിങ്ങനെ പറയും വേണ്ട തുടച്ചാലോ എന്ന്. പിന്നെ അത് കയ്യോടെ അങ്ങോട്ട് എല്ലായിടും അങ്ങോട്ട് തുട എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രാവിലെ എല്ലായിടും കൊണ്ട് അടിച്ച് വാരിയിടാം. എന്താ വെച്ചാൽ നമ്മൾ ഈ മുടി ചെയ്യുന്നതിൻ്റെ മുടിയോ കാര്യങ്ങളോ പിന്നെ കുട്ടികൾ എന്തെങ്കിലും എടുത്തതിൻ്റെ ഇങ്ങനത്തെ പൊട്ടോ പൊടിയോ അവരുടെ കടലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് വീട് അങ്ങോട്ട് വൃത്തിയായി കിടക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ആരെങ്കിലും കയറി വരും കേട്ടോ. നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിനെ കൊണ്ടേ ആരെങ്കിലും കേട്ട് വരും. അപ്പോൾ അത് അല്ലെങ്കിലും നമ്മുടെ വീട് ഇപ്പോൾ എപ്പോഴും വൃത്തിയാക്കി ഇടുക എന്നുള്ളത് അത് വൃത്തിയും കൂടെ ഉള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യും കാലൊക്കെ ഒന്ന് കഴുകുക. കയ്യും കാലല്ല, കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകുക. അപ്പോഴേക്കും വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു, കുറിയൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു വേർത്തിട്ടിട്ട്. നല്ല ചൂടാപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ഇനി കുറച്ച് നേരം ഇരിക്കണം. ഇല്ലെങ്കിൽ ഈ വേർപ്പം ഇങ്ങോട്ട് താഴാണ്ട് ഇനി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീരിറങ്ങും. എനിക്ക് നീർക്കെട്ടാണ് ഭയങ്കര പ്രശ്നം. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് നീർക്കെട്ടിൻ്റെ കൂടാണ് ഞാൻ പറയുക അച്ഛ. അയ്യല്ലപ്പാ കുട്ടികളൊക്കെ പോയിട്ടോ. നമ്മൾ ഇന്നലെ വൈകുന്നേരമാണല്ലോ തുടച്ചത്. അതുകൊണ്ട് രാവിലെ തുടക്കില്ല, ഒരു നേരം തുടക്കുള്ളൂ. രാവിലെ തുടച്ചാൽ പിറ്റേ ദിവസം രാവിലെ, അല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെ അല്ലെങ്കിൽ വൈകിട്ട് തുടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം തുടച്ചുകൊണ്ട് രാവിലെ തുടക്കുന്നില്ല. അയ്യോ കുളിച്ചതൊക്കെ വെറുതെയായി. നല്ല ഉഷ്ണമുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലും ചൂടല്ലേ. ഇപ്പം എത്രയും സമയം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് 9:08 കേട്ടോ. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഒരു 9:30 നമുക്ക് ചായ കുടിക്കാം. ഇതൊക്കെ കൂടെ ചെയ്ത് ഒരു ഇതിലേക്ക് പോയി ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ഞത്തിരിക്കും പുട്ടൊക്കെ. അയ്യോ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ല. അപ്പോൾ നെഞ്ഞത്തിരിക്കും പുട്ടൊക്കെ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കണം. പിന്നെ എന്തായിരുന്നു, എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ലോങ് വീഡിയോ, അത് ചെയ്യണം. ഷോർട്സ് ഇടാനുണ്ട്. അയ്യോ എന്തൊക്കെ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് മാത്രമേ എനിക്ക് വെക്കേണ്ടുള്ളൂ കേട്ടോ. ആ സോയാബീൻ കറി ഉണ്ട്. ഇനി ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് കറികളും കാര്യങ്ങളൊക്കെ സെറ്റാക്കുള്ളൂ. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ്. എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ തോന്നില്ലെങ്കിൽ ഇവിടെ കറണ്ടും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ചായ കുടിക്കണമെങ്കിൽ ഒരു ശ്വാസം കിട്ടണം. എന്നിട്ട് ചായ കുടിക്കാം. കുറച്ച് നേരം ഈ ഉഷ്ണമൊന്ന് മാറുന്ന വരെ റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് മുടി ഷാമ്പു ഇട്ടിട്ടേ ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തിരുമ്പാനും ഉണ്ട് കേട്ടോ. ഇന്നലെ തിരുമ്പാൻ പോകാനും പറ്റിയിട്ടില്ലെങ്കിൽ അത് ആരോഗ്യം വയ്ക്കുക. കയ്യിൻ്റെ പണിയാണെങ്കിൽ 13:45 കഴിഞ്ഞിരിക്കാം. എന്തായാലും നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ പിള്ളേർ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അവർക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ളതൊന്നല്ല. എന്നാലും എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇല്ല എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ലാഗാവും. പെട്ടെന്ന് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നട്ടപ്പാത്രയ്ക്ക് ഇരുന്നിട്ടാണെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇനി അത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്.
അയ്യോ, ലൈവ് പോവാൻ ഇന്ന് ലൈവില്ല. ഇനിയിപ്പോൾ നാളെ നമ്മൾ ഒന്നരാടം ലൈവ് ആക്കാമെന്ന് വിചാരിച്ചല്ല. ഇനിയിപ്പോൾ നാളെ ആക്കുള്ളൂ. അങ്ങനെയൊക്കെ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ആ കിടക്കുന്ന സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അതങ്ങനെ ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ശരി. നമ്മളെ പറ്റി നെഗറ്റീവ് നിങ്ങൾ പറയുമ്പോൾ എനിക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കാണാൻ വേണ്ടി പറ്റുമല്ലോ. അല്ലാതെ കുറച്ച് പറയണ ടീംസുകളുണ്ട് കേട്ടോ. അത് എനിക്ക് എന്തായാലും ഞാൻ അറിയാൻ വേണ്ടിയിട്ടും പറ്റും, ഞാൻ അറിയുകയും ചെയ്യും. പിന്നെ അതിന് പ്രതികരിക്കാൻ നിൽക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനനുസരിച്ചുള്ള ലെവലിൽ എത്തുമ്പോൾ ഞാൻ പ്രതികരിക്കാം. അങ്ങനെ കേട്ടതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഫോണും തൂക്കി പിടിച്ചിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ എന്താ അത്ര പാട് എന്നുള്ളത്. ഇത് ചെയ്യുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അത് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ്. ഒരു വീഡിയോ എടുക്കാൻ എന്താ പറയുക, ഈ ഫോണും തൂക്കി പിടിച്ച് നടക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. പക്ഷേ അതിനൊരു കഷ്ടപ്പാടുണ്ട്. എനിക്ക് അതിന് ഏണിങ്സും കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഈ മണ്ടന്മാർക്ക് അത് അറിയില്ല എന്നുള്ളത്. എനിക്ക് തോന്നണോ അവർക്ക് അത് അറിയില്ല എന്നുള്ളത്. ഞാൻ വെറുതെ ഈ വീഡിയോ എടുത്തിടുക എന്നുള്ളതല്ല. നമുക്കതൊന്ന് വീഡിയോ എടുക്കണതിന് ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയത്ത് നമ്മൾ അതാത് കാര്യങ്ങൾ ചെയ്താലാണ് അത് കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അവരത് ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. എന്നാൽ തന്നെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണമെന്നോ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണമെന്നോ നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ എന്താ ഇത്ര പാട് എന്ന് ചോദിക്കുന്നതിന് പറയണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അത് വീഡിയോ എടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് തിരിച്ചിങ്ങടന്നെ വരണം. എന്നിട്ട് അത് ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്യണം. എന്നിട്ട് ഇപ്പം സപ്പോസ് ഞാൻ ഈ കയറുന്ന സംഭവമല്ലേ, ഇത് ഞാൻ ആദ്യം ഒന്ന് കയറിയിട്ട് നോക്കും ഞാൻ എന്നെ കാണുന്നുണ്ടോ എന്നുള്ളത്. തിരിച്ചിങ്ങടന്നെ വരണം. എന്നിട്ട് ഞാൻ അങ്ങടന്നെ പോയി അത് ചെയ്ത് വന്ന് ഒരു ഇരട്ടി പണിയാണ്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അറിയുള്ളൂ. പുറത്ത് നിന്നിട്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റും, പക്ഷെ അത് ചെയ്യണതിൻ്റെ കഷ്ടപ്പാട് അറിയില്ല കേട്ടോ. പക്ഷേ നെഗറ്റീവ് പറഞ്ഞവർ പറഞ്ഞു കേട്ടോ. പക്ഷേ അതിൻ്റെ ഒരു അതിർവരമ്പ് വിടുമ്പോൾ അതിന് എന്താണ് വേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ പറയണവർ നിർത്തേണ്ട പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഈ ചെയ്യുന്നതിന് എനിക്ക് അന്തസ്സായിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ടോളൂ. കാണുമ്പോഴല്ലേ നിങ്ങൾക്കിത് പറയാം. ഈ നെഗറ്റീവ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ടീംസ് ഉണ്ട് കേട്ടോ. അവർ ഈ കാണും എന്താ ഇവിടെ നടക്കണില്ലെങ്കിൽ എന്താന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതും എനിക്കൊരു കാര്യമാണ്. ഇത് കാണുമ്പോൾ വ്യൂസ് കൂടുകയെ. അപ്പോൾ അതുകൊണ്ട് അതും അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ. ഇങ്ങനെ നെഗറ്റീവ് പറയാനാണെങ്കിൽ എനിക്കിതൊന്നും വരുമാനം കിട്ടും. അപ്പോൾ നെഗറ്റീവ് കാണുന്നവർ ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നാളെ മുതൽ കാണില്ല. അപ്പോൾ എനിക്ക് പകുതി സമാധാനം അങ്ങനെ പോട്ടെ എന്നായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. പറയണവരവിടെ പറയാം. ഞാനിങ്ങനെ എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അല്ല ഞാൻ പുറത്ത് ജോലി നോക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ ജോലി നോക്കും. ഇവിടെ ഞാൻ അന്തസ്സായിട്ട് എനിക്ക് ജോലി ചെയ്യാണ്ട് ഞാൻ വെറുതെ ഇരുന്നിട്ട് തിന്നല്ല. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഈ കുത്തിപ്പിടിച്ച് കയറിയത് എന്താ അറിയോ, ഇത് പറയണമെന്നുണ്ട്. ഞാനത് ഏതാന്നുള്ളത് കറക്റ്റ് പറയാത്ത എന്താണെന്നറിയോ, ഞാൻ പറയും ഒരു സമയത്ത് ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ പറയുന്ന ആൾക്കാരെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ട് വീഡിയോയുടെ മുന്നിൽ തന്നെ ഞാൻ ഇരുന്ന് പറഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവരുടെ കുത്തിത്തിരിപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവരെന്തെങ്കിലും ആവട്ടെ. നമ്മുടെ പാടയെ വിധിച്ചിട്ട് നമ്മൾ പോകണം. നമ്മൾ ഇപ്പം ഈ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചരി ഉഴുന്നും കൂടെ നമ്മൾ ദോശയ്ക്ക് ഇടുകയാണ് കേട്ടോ. അത് ഉഴുന്ന് മേലായിരുന്നു, അത് എനിക്ക് എത്തില്ല കൈ വെച്ചിട്ട് വെക്കാൻ എത്തും. അതുകൊണ്ട് എടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതാണ് ചൂടിട്ട് കയറിയത്. നമ്മൾ പച്ചരി ഒരു 3 നാഴി എടുത്തു. ഒരു 3/4 അത്ര എടുത്തിട്ടില്ല ഉഴുന്ന്. എല്ലാം കൂടെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം ലൈവിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ണൻകുട്ടിയിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പഴഞ്ചോറൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ കാര്യമായിട്ട് വേറെ ഒന്നും വേണ്ട, ഇത് മതി കേട്ടോ. ഞാൻ പറയാറില്ല, എൻ്റെ ഒരു വല്യമ്മ ഉണ്ട്, നമ്മുടെ മൂത്തേട്ടൻ. ഇതാണ് രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ ഇത്രയും കൊല്ലത്തിന് ശേഷവും ഡെയിലി രാവിലെ തൈരും ഒരു പറഞ്ഞ പോലെ കാന്താരി മുളകും വെള്ളച്ചോറും ഉണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് അത് മതി കേട്ടോ. അതുപോലെ എനിക്കും എൻ്റെ കണ്ണൻകുട്ടിക്കും ഇഷ്ടം, എൻ്റെ അനിയനും ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ എൻ്റെ ദൈവം വേറെ ഒന്നും വേണ്ട. അത്രയും ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന്. ചീനമുളക് പൊട്ടിച്ചിട്ടുണ്ട്, ഒരു ഉള്ളിയുടെ കഷ്ണവും സ്വർഗം. പിന്നെ അച്ചാറ് പുളിയഞ്ചി ഒരു അലങ്കാരത്തിന് വെച്ചതാ, ആഭാസമില്ല, അഹങ്കാരത്തിന് വെച്ചതാ. ഇതും മതി ശരിക്കും. ഉണക്കമീൻ എന്തായാലും മസ്റ്റാ. സൂപ്പറാണ്, വേറെ ഒന്നും വേണ്ട. കുട്ടികൾ വരുമ്പോഴേക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഞാൻ അത്രയും ആശിച്ച് ഇന്നലെ രാത്രി വെള്ളമൊഴിച്ച് വെച്ചാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. തൈരുണ്ട്, ചീനിമുളകുണ്ട്, ഉള്ളി ഉപ്പൊക്കെ ഇട്ടിട്ടതാണ്. ഇതങ്ങോട്ട് ഇങ്ങനെ ഞെരടി കഴിച്ചിട്ട് ഈ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ വയറുഭം തന്നെ ആയിരിക്കും. നല്ല സുഖം, നല്ല തണുപ്പായിരിക്കും. നമ്മുടെ വയറിനകത്തൊക്കെ നല്ല സുഖമായിരിക്കും. ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ, ചിലർക്ക് ഇഷ്ടമാവും. എനിക്കിഷ്ടമാണ്. ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്താട്ടോ മക്കളെ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഇതിനങ്ങോട്ട് തീർക്കുമല്ലോ. അപ്പം പിന്നെ ലോങ് വീഡിയോയ്ക്കും കൂടി എടുത്താൽ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. എന്നിട്ട് കാണാം കേട്ടോ.
അങ്ങനെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. സോറി കേട്ടോ, ഒന്ന് ലൈവിൽ ഇരിക്കാന്ന് പറഞ്ഞത് എപ്പോഴും പറയണത് പോലെ ഇന്ന് ലൈവ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും വേറെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടിരിക്കും. കുട്ടികൾ വരുമ്പോഴേക്കും ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം. അതൊരു 4 മണി കഴിഞ്ഞിട്ടാക്കിയാൽ മതി. അപ്പോൾ കുറച്ച് സമയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി വേഗം ഈ ഒരു കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് വീഡിയോയുടെ കുറച്ചുകൂടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ വൈകിട്ട് ഇടാനുള്ള ഷോർട്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും സമയമൊന്നും കിട്ടില്ല. കിടക്കാൻ സമയം കിട്ടും. ആ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനും ആയിരിക്കും. ഈ ഫോണിൽ നോക്കിയിട്ട് എനിക്ക് തലവേദനയുടെ അങ്ങേ തല എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടിക്ക് വേണ്ടി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുക്ക് ചെയ്യണത് ഞാൻ ഇനി വൈകിട്ടത്തേക്കുള്ളത് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കില്ലേ എനിക്കറിയില്ല. എപ്പോഴും ഈ കുക്കിങ്ങും കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് ചടയ്ക്കോ അതും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് ബാക്കി കാര്യത്തിന് നിൽക്കാം കേട്ടോ. ഞാൻ ഉച്ചയ്ക്കൊന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊന്നും മയങ്ങിണ്ടാവും. എനിക്ക് പനിയുടെ ഒരു കോള് വരേണ്ടതുകൊണ്ട് നല്ല കൂട്ടിപ്പോയിട്ടുണ്ട്. ഉള്ളിൽ പനിക്കുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് 2 നേരം പുളിയൊക്കെ കൂടെ ആയിട്ടാ തോന്നുന്നു. നീർക്കെട്ടിൻ്റെ അതാണ് ആ കൈ പെയിന് എന്തോ ഒരു കിളിച്ചായിരിക്കും. അപ്പോൾ ചിക്കനിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെയ്റ്റപ്പ് കണ്ടുണ്ടായിരുന്നില്ല, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുക്കറിൽ വേഗം അരിയിട്ട് കുട്ടികൾ വരുമ്പോഴേക്കും 4 മണി ആയിട്ടുണ്ട്. 4 മണി ആവണു. നമുക്ക് ചിക്കനിക്കുള്ള സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും കാണിക്കാനായതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ ലോങ് ആവില്ലേ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വേഗം ഒരു ചിക്കൻ കറി ഉണ്ടാക്കട്ടെ തട്ടിക്കൂട്ടിയിട്ട് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ കറക്റ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചോറൊക്കെ ഒരു 10 മിനിറ്റുള്ളിൽ അതാവും. ചിക്കൻ കറി കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ അത് തീരുമാനമാവും. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ചിക്കൻ്റെ റെസിപ്പീസൊക്കെ ഒരുപാട് കാണിക്കാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു കാണിക്കണില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഓക്കെ എല്ലാം കൂടെ ആക്കിയിട്ട് വേഗം വേഗം കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഡേ ഇൻ മൈ ലൈഫിൽ എല്ലാം കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ ആദ്യം ഗ്രാമ്പൂ പട്ട പൊട്ടിച്ചു, പിന്നെ പെരുജീരകം ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കി പരിപാടി നോക്കാം കേട്ടോ. ഫുഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് കേട്ടോ. മിക്കവാറും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അതിൽ നല്ല വേദന ഉണ്ട്. അത് നീർക്കെട്ട് വരുമ്പോഴാണെങ്കിൽ നീരിറങ്ങുമ്പോഴാണ് ഈ കൈവേദന കൂടുന്നത് കേട്ടോ. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നീർക്കെട്ട് കൂടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ആയുർവേദമാണോ കാണിക്കേണ്ടത് ഡോക്ടറെ കാണിക്കേണ്ടത് എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ വിളിക്കുക. കുറേ കാശ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കാണിച്ച് കളഞ്ഞാണ്. എനിക്ക് ആയുർവേദം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഇനിയിപ്പോൾ ഈ നേരത്തെ ആയുർവേദം കാണിക്കാൻ ഡോക്ടർ ഉണ്ടാവില്ല. ഞാനിവിടെ ചങ്ങമ്പള്ളി ആയുർവേദ നഴ്സിംഗ് ഹോമിലൊരു ലേഡി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുറവുണ്ടായിരുന്നു. ഇപ്പം അവർക്ക് മൊത്തത്തിലൊരു സുഖമില്ല. ഇവിടേക്ക് ഈ ഒരു പെയിൻ ഇങ്ങനെ കയറിയിട്ട് ഈ ബാക്കിൽ മൊത്തമുണ്ട്. ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ പൊട്ടിക്കാനൊക്കെയാണ് തോന്നുന്നത്. അത്ര കടച്ചിലുണ്ട്. ഈ കൈ കൊണ്ടല്ലാതെ വേറെ ഒരു പണി നടക്കൂല. കാരണം ചെന്ന് കഴിഞ്ഞാൽ റെസ്റ്റാ പറയാം. അത് നടക്കണ കാര്യമാണോ? ഏതായാലും സംസാരിച്ച് നോക്കാത്ത വേഗം ചിക്കൻ കറി ആക്കട്ടെ കേട്ടോ. ഇനി ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കുട്ടികൾക്കും കൂടെ വെള്ളം അങ്ങോട്ട് കലക്കിയാക്കി അവർ വരുമ്പോൾ ഒരു ഗ്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. പൈനാപ്പിളിൻ്റെ ഫ്ലേവറില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ലീമാക്സ് എന്ന് മേടിച്ചതായിരുന്നു കേട്ടോ. ഇതൊരു ബോട്ടിലിന് 60 രൂപയോ അങ്ങാണ്ട് എന്തോ ആണ്. 60 തന്നെയാണ് തോന്നുന്നു. പക്ഷേ ഇത് കുറേ ദിവസമായി മേടിച്ചിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കലക്കിയിട്ട് ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചു. ബാക്കി പിള്ളേർക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ദാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചൂടാണ് കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വെയിലും ചൂടാണ്. എനിക്ക് അറിഞ്ഞൂടാ അപ്പം അങ്ങനെയാണ് കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി സവാള കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അതായി വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. പുറത്തില്ലേ നല്ല കാറ്റാണ്. ഇവിടെ ഒരു ഡോറ് തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ചക്കുട്ടൻ ഉണ്ട് കേട്ടോ. അതിങ്ങോട്ട് ചാടി ഉള്ളിൽ കയറും. എനിക്ക് പേടിയാണ്. അത് കാരണം ഞാൻ ഡോറ് തുറക്കാറില്ല. ഇപ്പോൾ അവിടെ കാണാത്തതുകൊണ്ട് ഞാൻ തുറന്നിട്ടിരിക്കുക. ആ ഭാഗത്തുനിന്ന് പാടാണ് കേട്ടോ. അതുകൊണ്ട് നല്ല കാറ്റാണേ. ആൾക്ക് തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ഇളക്കി മറിച്ചാണ്ട് അടച്ച് വെക്കാം കേട്ടോ. കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്ത്. ചെറിയുള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതാ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം ഇന്ന് രാത്രിത്തെ കാര്യം നമുക്ക് അങ്ങോട്ട് കുശാലായിട്ട് പോവാം. നാളെ ഉച്ചയ്ക്കും ഇതുണ്ടാവും കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു കറി വെച്ചാൽ മതി. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമെന്ന് പറയണത്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. അത് കാരണം അപ്പം ഇതാ റെഡിയായി കേട്ടോ. ചിക്കൻ കറി എൻ്റെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നേരെ ഞാൻ മുറ്റത്തേക്കാണ് ഇറങ്ങുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫുഡ് കഴിക്കണില്ല. കുട്ടികൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് വിശക്കണമൊന്നുമില്ല. ഞാൻ ഉച്ചയ്ക്ക് ഈ വെള്ളച്ചോറ് കഴിക്കൊണ്ടേ നല്ല അടിപൊളിയായിട്ട് കഴിച്ചുല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് വിശക്കണമൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതല്ലേ. ഞാനപ്പോൾ മുറ്റത്ത് ഇറങ്ങിയിട്ട് എല്ലാം കൊണ്ട് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. ബാക്കും ഫ്രണ്ടും 2 ദിവസമായിട്ടായിരുന്നു അടിച്ചു വാരിയിട്ട്. അപ്പം നീ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കടലാസോ കഷ്ണങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തോണ്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടും അങ്ങോട്ട് അടിച്ചു വാരിയിടാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കിൽ വേഗം അടിച്ചു വാരൽ കഴിഞ്ഞു. ഫ്രണ്ടിൽ ഇപ്പോൾ
പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കരടൊന്നും ഉണ്ടാവില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ അകത്തുനിന്ന് അടിച്ച് വരണത് ഇപ്പുറത്ത് കൊടുന്ന് ഇടുമ്പോഴൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകിട്ട് അടിക്കുക എന്നുള്ളത്. രാവിലെ നല്ല വെയിലായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ചെടികളൊക്കെ ഇപ്പുറത്തേക്ക് കൊടുന്ന് വയ്ക്കാൻ വിചാരിച്ചു. അവിടെ അങ്ങനെ വെക്കുമ്പോൾ ആകെ കൂടെ എന്തോ ഒരു അലമ്പ് പോലെ. ഒന്നാമത്തെ ചെടിച്ചട്ടിയൊക്കെ പൊട്ടയായിട്ടുണ്ട്, അതുകൊണ്ടൊരു വൃത്തി തോന്നണില്ല. അപ്പോൾ ഞാനെല്ലാം പെറുക്കി ഇപ്പുറത്തേക്ക് വെച്ചു. കഞ്ഞിക്കൂർക്കലയാണല്ലോ ഇവിടെ. പിന്നെ എപ്പോഴെങ്കിലും ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടേക്ക് കിട്ടിക്കോട്ടെ, മഞ്ഞിൻ്റെ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ആ സമയത്ത് കണ്ണൻകുട്ടി അവൻ്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഈ കാര്യം പറഞ്ഞിട്ടാണ് ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കണം. ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ കുട്ടി വിളമ്പി എടുക്കുമോ, കയ്യിൽ അഴുക്കുക, അമ്മ അവിടെ അടിച്ചു വാരൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചെടികളും കാര്യങ്ങളൊക്കെ ഇങ്ങടാക്കി, ഗ്രോ ബാഗും ഇങ്ങടാക്കി. ഇതിലൊക്കെ നമുക്കിനി എന്തെങ്കിലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിത്തുകൾ കൊടുന്ന് നടാൻ വിചാരിച്ചു. എന്നിട്ട് എല്ലാത്തിനും ഒരു തുള്ളി വെള്ളം കൊടുത്തു കേട്ടോ. ഇപ്പുറത്ത് നമ്മൾ കറിവേപ്പില നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. പിന്നെ അവിടെയുള്ള പുല്ലുകൾ കുറച്ച് വളരണമൊക്കെ ഞാൻ കയ്യോടെ തന്നെ അങ്ങോട്ട് പിച്ചിട്ടിട്ട് ആ തെങ്ങും കൂടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് പൊന്തയാവണം ഇവിടെ കേട്ടോ. ബാക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിനിപ്പോൾ ഒരു ഞായറാഴ്ച ശനിയാഴ്ച കണ്ടിട്ട് ഞാനും പൂച്ചിട്ടിയും കണ്ണൻകുട്ടിയും കൂടെ അങ്ങോട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടി ഫുഡ് എടുത്ത് അവിടെ കഴിക്കുന്നുണ്ട്. ഞാനിനി ഒന്ന് കുളിക്കട്ടെ, തല നനച്ച് കുളിക്കട്ടെ. ആകെ വയർത്ത ആലോല മുങ്ങിയിട്ടാണ് ഞാൻ നിൽക്കണേ. കുളി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം കേട്ടോ. എന്നിട്ട് നമ്മൾ വേഗം ഒരു പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീമില്ലേ, അതങ്ങോട്ട് പുറത്ത് ഞാൻ രാവിലെയും വൈകുന്നേരം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്നും ഡ്രൈ ആവില്ല. പിന്നെ അത് അടിപൊളിയാണ്. പെട്ടെന്ന് അങ്ങോട്ട് അബ്സോർവായിട്ട് സ്കിന്നിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേരുന്ന പോലെ തോന്നും. പിന്നെ കുറച്ച് സ്കിൻ എക്സസൈസ് ഇല്ല ഈ സാധനം. ഇതൊന്ന് മുഖം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ആ സാധനങ്ങളൊക്കെ കുറച്ച് നേരം ചെയ്യും. സമയം കിട്ടുമ്പോഴ പോലെ ഞാനത് രാവിലെ വൈകുന്നേരം അങ്ങോട്ട് ചെയ്യും. ഇത് അങ്ങോട്ട് ഒരു റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണൻകുട്ടി കളിക്കാൻ വേണ്ടിയിട്ടും പോയിട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു നേരത്തെ കേട്ടോ. ഞാൻ ഡൈമ ലൈഫ് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അയ്യോ, കട്ടിൽ കാണുമ്പോൾ കിടക്കാൻ തോന്നുന്നു, വയ്യ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ പനിയുടെ കോള് വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ കുളി കഴിഞ്ഞാൽ കൺമഷി പോയിട്ടില്ല. ഇപ്പോൾ എഴുതിയതൊന്നും അല്ല കേട്ടോ, ഇത് രാവിലത്തെയാണേ. അപ്പോൾ തല നനച്ച് കുളിച്ചപ്പോൾ ഒരു സുഖമുണ്ട്. ഇനി പൂജട്ടി വരണം. ഇപ്പോൾ ഒരു 5:15 ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഏറെക്കുറെ എല്ലാ പരിപാടികളും ഫോണിൽ പോയായിരുന്നു. ഏറെക്കുറെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകണം എന്തായാലും. ഇങ്ങനെ ഫോൺ പോലും പിടിക്കാൻ പറ്റണില്ല കേട്ടോ, നല്ല വേദന ഉണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വീഡിയോസ് എഡിറ്റ് ചെയ്ത് പൂള വരുന്നുണ്ട് കേട്ടോ. കപ്പ നമ്മുടെ അവിടെ പൂള എന്നൊക്കെ പറയാം, ചില ഭാഗങ്ങളിലുള്ള തെറിയ. അതുകൊണ്ട് കപ്പ അവിടെ വിളിച്ച് പറയേണ്ട വണ്ടിയിൽ എനിക്ക് വയ്യ ഓടാൻ അങ്ങോട്ട്. ഇനി കുളി കഴിഞ്ഞിട്ട് അവിടെ എത്തി ഇങ്ങോട്ട് നടന്ന് വരുമ്പോഴേക്കും ആ കൂടെ വയർക്കും. പുറത്തുനിന്ന് ഞാനും മേടിക്കാം. അയ്യോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഞാനിനി എന്താ പറയുക, പൂജട്ടി വന്നിട്ട് വിളക്ക് വയ്ക്കാനൊക്കെ ഉണ്ട്. സമയമായിട്ടില്ലല്ലോ, 6:10 ആവണ്ടേ. അപ്പോൾ എന്നാലും അപ്പൊക്കെ കാണാം കേട്ടോ, വിളക്ക് വയ്ക്കുമ്പോൾ കാണാവേ. അങ്ങനെ ഒരു 5 മണി 5:15 ആയപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ പൂജട്ടീനെ വെയിറ്റ് ചെയ്തു. ഒരു 5:05 5:45 ആയപ്പോഴേക്കും പൂജട്ടി വന്നു. അത് കഴിഞ്ഞ് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 6:10 6:05 ആയപ്പോഴേക്കും ഞാൻ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കയറി. വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ചെല്ലി. ഈ ഒരു സമയം ഭയങ്കര രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ്, ജനലും അതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തുനിന്ന് ഒരു തണുത്ത കാറ്റ് വരാനുണ്ട്, നല്ല രസമാണ്. പക്ഷെ കൊതുക് കയറും കേട്ടോ. എന്തായാലും കുറച്ച് നേരമൊക്കെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് സെറ്റാക്കും. എന്നിട്ട് വിളക്ക് വെച്ചിട്ട് ഞാനൊന്ന് മേലെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വന്നിട്ടില്ലേ, എപ്പോഴും ഞാൻ വിചാരിച്ചായിരുന്നു മേലെ കയറി ഇരിക്കണം കുറച്ച് നേരം എന്നൊക്കെ. ഞാൻ എപ്പോഴും വിട്ടുപോയി ഒരു തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ പൂജിറ്റോട് പറഞ്ഞു നമുക്കൊന്ന് മേലെ കയറി നോക്കാം. എനിക്ക് എന്താ വെച്ചാൽ മുടി ഒന്ന് ഇങ്ങനെ കെട്ട് കളയുകയും വേണം. ഇനി പുള്ളിലാക്കി കഴിഞ്ഞാൽ അവിടെ കൊഴിയണ്ടെന്ന് വിചാരിച്ചൊക്കെ അടിച്ച് വൃത്തിയാക്കിയതല്ലേ. ഇവിടെ കയറിയപ്പോൾ ഈ സമയത്ത് നല്ല രസമുണ്ട്. അപ്പോൾ പൂജിറ്റോട് പറയുന്നത് നമുക്ക് ഇനി ചായ കുടിക്കാൻ വേണ്ടി വൈകിട്ട് ഇങ്ങോട്ട് വരാട്ടോ, എന്ത് രസം ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. പാടവും കാര്യങ്ങളും നല്ല തണുത്ത കാറ്റായിട്ട് നല്ല രസമുണ്ട്. വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി നല്ല അടിപൊളിയാവും കേട്ടോ. ചെയറൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. നല്ല സമയം, നല്ല ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഒരുപാട് പണികളും ചെയ്തൊരു ദിവസമായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരി നോക്കണ്ട, ഒട്ടും വയ്യായിരുന്നു. കൈയിൻ്റെ കാര്യമാണ് മെയിനായിട്ട്. ഇനി അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ കൈൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എരിഞ്ഞ് കയറുന്ന വേദനയാണ്. അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നും കൂടെ കുന്തിരിക്കത്തിൻ്റെ കട്ട കത്തിച്ചിട്ട് എല്ലായിടും ഒന്ന് പുകയ്ക്കാം. വൈകിട്ടും രാവിലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും നമുക്ക് വീടിനകത്തൊക്കെ. അപ്പോഴേക്ക് ജനലൊക്കെ ക്ലോസ് ചെയ്ത് വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇതേപോലെ എല്ലായിടത്തും ആക്കി. എന്നിട്ട് റൂമിൽ ഇങ്ങനെ കുറേ നേരം പുകച്ചിട്ട് ഞാൻ എന്താക്കും വെച്ചാൽ ആ ഡോർ കൊണ്ട് അടച്ചിടും. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അവിടെ അങ്ങനെ നിന്നോളും. 2 റൂമിലും അങ്ങനെ ആക്കിയിട്ട് 2 റൂമിൻ്റെ ഡോറും അടച്ചിട്ടിട്ട്
പിന്നെ ഞാൻ കിച്ചണിലും കൂടെ കൊണ്ടുവന്നാക്കും. എല്ലായിടും ഈ ഒരു സ്മെല്ല് എനിക്കിഷ്ടമാണ്, ഈ കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് കേട്ടോ. നല്ലതാണ് വൈകിട്ടത് പുകയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ പുകച്ചിട്ട് തിരിച്ചതാ ഇവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ആ ഒരു പുക കിട്ടും കേട്ടോ. ഉമ്മർത്തും ആക്കിയിട്ടുണ്ട്. ഇനി ആ പുക കിട്ടിയിട്ട് നമുക്ക് ഇനി വിളക്ക് കൊളുത്തണ നേരം അതിൻ്റെ ഡോർ അടച്ചിട്ടുണ്ടല്ലോ, അതാ കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഒന്നും എനിക്ക് അങ്ങനെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ. ചില സമയങ്ങളിലാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഭംഗിയുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ മേലെ വാർപ്പിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ കയറിയില്ലേ, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ അതാ ഒരു 7 മണി 7:15 ആയപ്പോൾ ഞാനും പൂജട്ടിയും കണ്ണൻകുട്ടിയും കൂടെ കുറേ നേരം കാര്യമൊക്കെ പറയുന്നു. കണ്ണൻകുട്ടിക്ക് ഒരു കല്യാണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി വെച്ചാൽ ഞാൻ വേഗം മാവ് അങ്ങോട്ട് അരച്ച് വെക്കാൻ വിചാരിച്ചു. നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ അരച്ച് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനി വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ്, ഞാൻ മറന്നു പോകും. ഇത് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കയ്യോടെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് കഴിച്ചാൽ ഇനി ഫുഡ് കഴിക്കണ ഞാൻ എടുക്കണില്ല കേട്ടോ. ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആക്കണ വരെ ഇതുവരെ ഞാൻ എടുക്കണുള്ളൂ. എന്നാൽ തന്നെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എടുത്ത് വന്നപ്പോഴേക്കും ഇത്രയും ലോങ് ആവും, അതാണ് ഞാൻ കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണത്. ഇതെന്നും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ആക്കിയതാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ മാവൊക്കെ ഒന്ന് ഒരു പാത്രത്തിൽ ആ ബക്കറ്റിലാക്കി വെച്ചുകൊണ്ട് മിക്സി ഒന്ന് തുടച്ചു. ആ ടേബിളൊക്കെ കൈയോടെ തുടച്ചിട്ട് ഇരിക്കുന്ന പാത്രങ്ങൾ വേഗം അങ്ങോട്ട് കഴുകുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മിക്കതും ഇനി ഫുഡ് കഴിക്കുമോ ഇല്ലേ എന്നുള്ള ഉറപ്പില്ല. പൂജട്ടി വന്നപ്പോൾ കഴിച്ചതല്ലേ, അവൾക്കും വേണ്ടിയിരുന്നില്ല. രാത്രി കണ്ണൻകുട്ടി കല്യാണത്തിനും പോയി. ഇനി വൈകിട്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ ആ ചിക്കൻ കറി അങ്ങനെ കൈയോടെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. പാത്രങ്ങൾ ഇങ്ങോട്ട് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മൾ ആ കഴിക്കുന്ന പാത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പാത്രം കഴുകാനുള്ള ഞാൻ ഇല്ല കേട്ടോ. പൂജിട്ട് പറയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ പറയാം അവളാണെങ്കിൽ. ഞാനപ്പോൾ ഒച്ചിട്ടിട്ട് കഴിപ്പിക്കും കേട്ടോ. അവളാണ് ചെയ്യുന്നത് എങ്കിൽ പറ്റില്ല, ഇപ്പം തന്നെ ചെയ്യണം, കുറേ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ എനിക്ക് കൊട്ടത്തളത്തിൽ വാഷ് പീസിൽ കിടക്കണം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുക. എനിക്കങ്ങനെ കഴുകാനുള്ളത് കുറച്ച് നേരത്തിന് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളത് മാറ്റിയിടുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ, അവിടെയും വൃത്തിയായി, പിന്നെ അത് നോക്കണ്ടല്ലോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി കൈയൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് നമ്മൾ മാവൊന്ന് കൈ കൊണ്ടാണ് ഞാൻ കൂട്ടി വയ്ക്കുക കേട്ടോ. നമ്മൾ കഴിക്കണ ഫുഡാണ്, അതുകൊണ്ട് നമുക്കങ്ങനെ പാടൊന്നുമില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കും. ഇത് രാവിലെ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് നിറഞ്ഞ് പൊന്തി വരും കേട്ടോ. ഞാനിവിടെ മാവ് കൂട്ടി വയ്ക്കണമൊന്നും ഇതുവരെ പാളിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ കൂട്ടി വെച്ചിട്ട് ഇനി അതൊരു പാത്രത്തിൻ്റെ മേലെ ഇറക്കി വയ്ക്കും. അപ്പോൾ നീ തൂവി പോയാലും നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അതുകൊണ്ട് അതിൻ്റെ മുന്നേ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി തുടച്ചാണ്, എന്നാലും എല്ലായിടത്തും ഒരു സ്ഥലത്ത് തുടയ്ക്കുമ്പോൾ എല്ലായിടവും കൈ എത്തുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ നെഗറ്റീവ് പറയണവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. അപ്പോൾ പിന്നെ എനിക്കും ഒരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാർക്കും പോസിറ്റീവ് പറയുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.